സൗദി സൂപ്പർ കപ്പിൽ അൽ ഹിലാൽ ചാമ്പ്യന്മാർ. അൽ നസറിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് കിരീട നേട്ടം. റൊണാൾഡോയിലൂടെ ഒരു ഗോളിന്റെ ലീഡെടുത്തതിന് ശേഷമായിരുന്നു അൽ നസറിന്റെ പരാജയം. വിശദാംശങ്ങളുമായി കമലേഷ് ചേരുന്നു. കമലേഷ്, എന്തെല്ലാമാണ് വിവരങ്ങൾ? അനുപ്രിയ, ആവേശകരമായ ഒരു മത്സരമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഈ മത്സരം അവസാനിച്ചത്. ഇത് കിരീട നേട്ടം അൽ ഹിലാലിനെ സംബന്ധിച്ച് ഇത് തുടർച്ചയായ മൂന്നാം തവണയാണ് ഈ സൗദി പ്രോ ലീഗ് കിരീട നേട്ടം അൽ ഹിലാൽ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ ഈ മത്സരം ഏറ്റവും ആവേശകരമാകുന്നു എന്നത് എന്തുകൊണ്ട് എന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറും അതുപോലെ തന്നെ നെയ്മർ ജൂനിയറിൻ്റെ അൽ ഹിലാലും തമ്മിലായിരുന്നു മത്സരം. നെയ്മർ പക്ഷേ ഈ ടീമിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ആ മത്സരം അത്യന്തം ആവേശകരമായിരുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരത്തിൻ്റെ 44-ാം മിനിറ്റിൽ സൂപ്പർ താരം റൊണാൾഡോയിലൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ കൂടി തന്നെയാണ് ഒരു ലീഡ് അൽ നസർ നേടിയത്. ആദ്യ പകുതി പൂർണ്ണമായും അൽ നസറിനൊപ്പമായിരുന്നു കളി എന്ന് തന്നെ പറയേണ്ടി വരും. മികച്ച മുന്നേറ്റങ്ങൾ റൊണാൾഡോയിലൂടെ തന്നെ ഈ അൽ ഹിലാലിൻ്റെ ഗോൾ മുഖത്ത് നിരന്തരം ഭീഷണി ഉയർത്താൻ റൊണാൾഡോയ്ക്കും സംഘത്തിനും സാധിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒന്നിനെതിരെ, അതായത് എതിരില്ലാത്ത ഒരു ഗോളിന് അൽ നസർ അൽ ഹിലാലിനെതിരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ രണ്ടാം പകുതിയിൽ കളി മാറി അൽ ഹിലാൽ കൂടുതൽ ഉണർന്ന് കളിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിച്ചത്. വലിയ മുന്നേറ്റങ്ങളൊന്നും, അതായത് റൊണാൾഡോയുടെ മുന്നേറ്റങ്ങളെയെല്ലാം ഒരു മധ്യനിരയിൽ വെച്ച് തന്നെ തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യം കാണാനായി. പിന്നീട് അങ്ങോട്ട് അൽ ഹിലാലിൻ്റെ ഗോൾ മുഖത്ത് വലിയ ഭീഷണിയൊന്നും റൊണാൾഡോയ്ക്ക് അടക്കം ഉയർത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് 55-ാം മിനിറ്റിൽ ഒരു സമനില ഗോൾ മിലിങ്കോവിച്ച് സാവിച്ചിലൂടെ 55-ാം മിനിറ്റിൽ ഒരു സമനില ഗോൾ അൽ ഹിലാൽ സ്വന്തമാക്കുന്നത്. അതോടുകൂടി കൂടുതൽ ശക്തമായ നിലയിലേക്ക് അൽ ഹിലാൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് 63-ാം മിനിറ്റിലും 69-ാം മിനിറ്റിലും മിട്രോവിച്ചാണ് ഒരു ഇരട്ട പ്രഹരം അൽ നസറിന് നൽകുന്നത്. മിട്രോവിച്ചിൻ്റെ മികച്ച രണ്ട് മുന്നേറ്റങ്ങളിലൂടെ 63-ാം മിനിറ്റിലും 69-ാം മിനിറ്റിലും 2 ഗോളുകൾ മിട്രോവിച്ച് സ്വന്തമാക്കി. അതോടുകൂടി 3-1 എന്ന നിലയിലേക്ക് അൽ ഹിലാൽ മുന്നേറുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഒരു മികച്ച ചില മുന്നേറ്റങ്ങൾ പിന്നീട് വീണ്ടും ഈ ഗോൾ മടക്കുന്നതിനുള്ള ചില ശ്രമങ്ങൾ അൽ നസറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. റൊണാൾഡോയുടെ ചില മികച്ച നീക്കങ്ങൾ കാണാൻ സാധിച്ചു എങ്കിൽ പോലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ 72-ാം മിനിറ്റിൽ മാൽക്കം നേടിയ ഒരു ഗോളിലൂടെ അൽ നസറിൻ്റെ പതനത്തിന് അവസാനത്തെ ആണിയും അൽ ഹിലാൽ അടിക്കുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഏതായാലും 1-4 ഗോളുകൾക്കാണ് വളരെ മികച്ച ഒരു വിജയം, മിന്നുന്ന വിജയം അൽ ഹിലാൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും അൽ നസറിനെ സംബന്ധിച്ച്, അതായത് കയ്യിൽ വന്ന കളി നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കണ്ടത്. ആദ്യ പകുതിയിൽ മികച്ചു നിന്ന ഒരു മുന്നേറ്റം രണ്ടാം പകുതിയിൽ അതേ പ്രകടനം പുറത്തെടുക്കാൻ, അല്ലെങ്കിൽ അത് ആ നിലയിൽ കൊണ്ടുപോകാൻ അൽ നസറിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അൽ നസറിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഫൈനൽ മത്സരങ്ങളിൽ ഇങ്ങനെ 4-1 എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വളരെ അപൂർവമാണ്. അത് തന്നെ ആദ്യ പകുതിയിൽ മുന്നിട്ട് നിന്നതിന് ശേഷം 3 ഗോളിന് പിന്നിലായി പോവുക എന്നുള്ളതും വളരെ അപൂർവമായി നടക്കുന്ന സാഹചര്യമാണ്. പക്ഷേ എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസറിന് വലിയ ഒരു പരാജയം തന്നെ ഈ സൗദി ലീഗിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. 1-4 ഗോളുകൾക്ക് അൽ ഹിലാൽ വീണ്ടും മൂന്നാം തവണയും കിരീടം സ്വന്തമാക്കുകയാണ്. അനുപ്രിയ. ശരി കമലേഷ്.